യെസ്, അങ്ങനെ ആ ദിവസം എത്തിയിരിക്കുകയാണ്. ഫിഫ ക്ലബ് വേൾഡ് കപ്പിന്റെ പുതിയ ഫോർമാറ്റിന്റെ ഫസ്റ്റ് എഡിഷന്റെ ഫൈനല്. ചെൽസി വിൽ ബി ടേക്കിംഗ് ഓൺ ലൂയിസ് എൻറിക്കയുടെ PSG കറന്റ് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ്. യെസ്, അങ്ങനെ ഇൻഫന്റിനോ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി $2.1 ബില്യൺ ഈ ടൂർണമെന്റിൽ നിന്ന് ഞങ്ങൾ റേസ് ചെയ്തു. ഇത് സക്സസ് ആണെന്നാണ് ആള് പറയുന്നത്. നമുക്കും അങ്ങനെ തോന്നി. കാരണം ടൂർണമെന്റ് വെന്റ് ഓൺ അല്ലെ, നോക്കൗട്ട്സിലോട്ട് കടന്നപ്പോൾ തൊട്ട് കൂടുതൽ ടൂർണമെന്റ് ഇൻട്രസ്റ്റിംഗ് ആവുന്നതാണ് നമ്മൾ കണ്ടത്. സോ ഈവൻ ഫാൻസ് ആണെങ്കിലും നട്ടുച്ചയ്ക്കാണെങ്കിലും സ്റ്റേഡിയം ഫില്ല് ചെയ്യുന്ന സിറ്റുവേഷൻസ് നമ്മൾ കണ്ടു. സോ ഇറ്റ് വാസ് ഗുഡ് ടു സീ. സോ ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളാണെങ്കിൽ ജസ്റ്റ് ഫൈനലിന്റെ ചെറിയൊരു പ്രിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പം നമുക്കറിയാം, ക്ലിയർലി ഓൺ പേപ്പർ ഫേവറേറ്റ്സ് പാരീസ് ആൻഡ് ജർമ്മൻ തന്നെയാണ്. കഴിഞ്ഞ 5 നോക്കൗട്ട് മാച്ചുകൾ, അതായത് ആർസണൽ ഫൈനൽ, ഇന്റർ മിലാൻ, പിന്നെ ഈ ഒരു ടൂർണമെന്റിലോട്ട് വന്നപ്പം ഇന്റർ മയാമി, ബയൺ മ്യൂണിക്, റയൽ മാഡ്രിഡ്, കഴിഞ്ഞ 5 നോക്കൗട്ട് മാച്ചുകളിൽ 18 ഗോളാണ് PSG സ്കോർ ചെയ്തത്. 18 ഗോൾ. അതേ സമയത്ത് കൺസീഡ് ചെയ്തത് 0. സോ അഗ്രിഗേറ്റ് 18-0 ആണ്. അതും ഈ സമയത്ത് കളിച്ചത് നല്ല ടോപ്പ് ബയൺ മ്യൂണിക്, റയൽ മാഡ്രിഡ്, ഇന്റർ മിലാൻ, ആർസണൽ, ഒബ്വിയസ്ലി ദ മൈറ്റി ഇന്റർ മയാമി, ഇങ്ങനത്തെ ടോപ്പ് ടീമുകൾക്ക് എഗെയിൻസ്റ്റ് ആണ് കഴിഞ്ഞ 5 ഈ നോക്കൗട്ട് ഫേസുകൾ കളിച്ചത്. സോ അവിടെ ആ 5 ടോപ്പ് ടീമുകൾക്ക് എഗെയിൻസ്റ്റ്, 5 ടോപ്പ് അല്ല 4 ടോപ്പ് ടീമും ഒരു വേറെ ലെവൽ ടീമിനും എഗെയിൻസ്റ്റ് ആണ് 18-0 അഗ്രിഗേറ്റ് നിൽക്കുന്നത്. സോ ഈ ഒരു ഫൈനലിലോട്ട് വരുമ്പം ചെൽസിക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. പക്ഷേ അപ്പുറത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ടൂർണമെന്റിലെ വൺ ഓഫ് ദ ടഫസ്റ്റ് ഫിക്സ്ചേഴ്സ് ആയിരിക്കും നമ്മൾ നോക്കാനായിട്ടാണ് PSG നേരിടാനായിട്ട് പോകുന്നത്. പ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ റയൽ മാഡ്രിഡും മറ്റും എല്ലാതിനേക്കാളും സൂപ്പർബായിട്ട് ഇപ്പം റൈറ്റ് നൗ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ടീം തന്നെയാണ് ചെൽസി. ബഞ്ച് ഓഫ് യങ് കിഡ്സ്. ചെൽസി വന്നപ്പോൾ അതിപ്പോൾ ഫ്ലുമിനീസി, പാൽമെറിസ് പോലത്തെ സൈഡുകൾ തോപ്പിച്ചൊരു എളുപ്പമല്ല. ഈവൻ PSG ഈ ടൂർണമെന്റ് തോപ്പിച്ച ടീമും ബോട്ടോഫോഗയാണെന്ന് ഓർക്കണം. സോ ഡെഫിനറ്റ്ലി ബ്രസീലിയൻ ടീംസ് നമുക്ക് നിസ്സാരമായി കാണാൻ പറ്റത്തില്ല. അതും ഇന്റർ മിലാൻ പോലത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിച്ച സൈഡിനെ തോപ്പിച്ചു വന്ന ഫ്ലൂമിനീസിക്കൊക്കെ അഗെയിൻസ്റ്റ് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഒരു ചാൻസ് പോലും അവൾക്ക് കൊടുക്കാതെ പ്രോപ്പറായിട്ട് തന്നെ ചെൽസി കളിക്കുന്നത്, എസ്പെഷ്യലി ട്രാൻസിഷനിലും മറ്റുമൊക്കെ ഫ്ലൂമിനീസിനെ പ്രോപ്പറായിട്ട് ബ്ലോക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു. സോ നമ്മൾ PSG ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താണ്? PSG ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അവരുടെ പ്രസ്സിങ്. അതാണ് അവരുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. വേറെ എന്ത് വേണമല്ലോ അവർക്ക് അറിയാം. ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റി, റൊട്ടേഷൻ, പ്ലെയർ ക്വാളിറ്റി. ഈ പ്ലെയർ ക്വാളിറ്റി എല്ലാ ടീമിനും ഉണ്ട്. ലാസ്റ്റ് ഇന്റർ മിലാൻ അഗേൻസ്റ്റ് ഫൈനൽ കളിച്ചു. ലാസ്റ്റ് മാച്ചിൽ റയൽ മാഡ്രിഡിനെ നമ്മൾ കണ്ടു 4-0 തോക്കുന്നത്. സോ റയൽ മാഡ്രിഡിനും ആ പിച്ചിൽ PSG ക്വാളിറ്റിയുള്ള ടോപ്പ് പ്ലേയേഴ്സ് ഉണ്ട്. മേ ബി അവനേക്കാളും ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ഉണ്ട് ഓൺ പേപ്പർ. പക്ഷേ വാട്ട് മേക്സ് PSG സ്പെഷ്യൽ അവരുടെ പ്രസ്സിംഗ് ആണ്. ഒന്ന് ടീംമേറ്റ്സിന് ഒരു അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ അവരുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ പ്രസ്സിംഗ് ആണ്. PSG അത്ര നല്ല പ്രസ്സിംഗ് ഇന്റൻസിറ്റി, പ്രസ്സിംഗ് മെട്രിക്സ്, PPDയുടെ കാര്യത്തിലാണെങ്കിൽ എല്ലാത്തിനും നിങ്ങൾ നോക്കുവാണെങ്കിൽ വെൻ ഇറ്റ് കംസ് ടു പ്രസ്സിംഗ് PSG മേളിൽ ഒരു ടീം ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പൊ നമുക്ക് ആർഗ്യ ചെയ്യേണ്ടി വരും. ബാർസലോണ, ബയൺ മ്യൂണിക്, ഇവർ ഇന്റർ മിലാൻ, നമ്മളാണെങ്കിൽ ആർഗ്യ ചെയ്യാം ലിവർപൂൾ, ഇതൊക്കെ നമ്മൾ ആർഗ്യ ചെയ്യും. പക്ഷെ ആസ് എ പ്രസ്സിംഗ് മോൺസ്റ്റേഴ്സിന്റെ സൈഡാണ് ഇതൊരു പ്രസ്സിംഗ് മോൺസ്റ്റേഴ്സ് സൈഡ്. അത് മാത്രമല്ല റൊട്ടേഷൻ. പ്ലേയേഴ്സിനിടയിൽ മാച്ചിനിടയിൽ ലൂയിസ് എൻറിക്ക് നടത്തുന്ന റൊട്ടേഷൻ അല്ല, പ്ലേയേഴ്സിനിടയിൽ പൊസിഷനിൽ നടത്തുന്ന റൊട്ടേഷൻ. അപ്പം തൻ്റെ ടീംമേറ്റ്സ് ഒരു മൂവ്മെന്റ് നടത്തിയാൽ എവിടെ ഞാൻ കവർ കൊടുക്കണമെന്ന് പ്ലേയേഴ്സിന് അറിയാം. മേ ബി ഡെംബലെ ഒഴികെ ബാക്കി എല്ലാവരുടെയും പൊസിഷനിങ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവിടെ റൊട്ടേഷൻ നടക്കുന്നുണ്ട്. ഹക്കീമി ചില സമയത്ത് സെന്റർ ഫോർവേഡിന്റെ ആ റോളിലാണ് വരുന്നത്. ഫൈനൽ മാനായിട്ട് ബോക്സിൽ ടാർഗറ്റ് മാനായിട്ട് ബോക്സിലോട്ട് ലോ ക്രോസസ് വരുമ്പോൾ ഒന്ന് ഫിനിഷ് ചെയ്ത ഹക്കീമിയാണ്. സോ ജോവനോസ് പലപ്പോഴും റൈറ്റ് ബാക്ക് ആയിട്ട് കവർ കൊടുക്കുന്നതാണ് ബോൾ ലൂസ് ചെയ്ത. അതേസമയത്ത് ചില സമയത്ത് വിറ്റീനയാണ്, ചില സമയത്ത് ഫാബിയൻ റൂയിസ് ആണ്. അതുപോലെ തന്നെ പിച്ച് ന്യൂനോ മെൻഡസിനെ എപ്പോൾ അറ്റാക്ക് ചെയ്യാൻ പോകണം, സ്പേസസ് ഉണ്ടോ അപ്പോൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിഫെൻസീവ്ലി കവർ കൊടുക്കും. ന്യൂനോ അവിടെ പോകുമ്പോഴേക്കും അവിടെ കവർ കൊടുക്കാനാണ്, കവർ സ്കില്ല് കൊടുക്കും. മിഡ്ഫീൽഡിലോട്ട് വിറ്റീനയുടെ സ്പേസസ് കവർ ചെയ്യണം, ജോവനോസ് ഒന്ന് കവർ ചെയ്യും. ഈവൻ ഞാൻ സ്റ്റെപ്പ് അപ്പ് ചെയ്യണം, മാർക്കിനസ് ചില സമയത്ത് മിഡ്ഫീൽഡിലോട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യും. സോ ഈ ടീം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവർക്കിടയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ടോപ്പ് നോച്ച് ആണ്, പറയാതിരിക്കാൻ വയ്യ. ബട്ട് ദർ പ്രസ്സിങ്, അതാണ് ഇവരെ ഡേഞ്ചറസ് ആക്കുന്നത്. അപ്പുറത്തെ ചെൽസിയുടെ ടീമിലോട്ട് വരുമ്പോൾ ചെൽസിക്കും സ്ട്രെങ്തുകളും ഉണ്ട്, വീക്ക്നെസ്സുകളും ഉണ്ട്. സോ PSG വീക്ക്നെസ്സുകളുണ്ട്. PSG ഈ ടൂർണമെന്റിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്തത് ബയൺ മ്യൂണിക് മാച്ചിലാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ബയൺ മ്യൂണിക് പല ഫേസുകളിലും PSG മേൽ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ PSG ബോൾ കിട്ടാതെ കുറച്ച് ബുദ്ധിമുട്ട് നമ്മളുണ്ട്. പക്ഷേ ഈവൻ ആ മാച്ചിലും നമ്മൾ സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും PSG തീർത്തു വിട്ടു ബയണിനെ. പക്ഷേ
നമ്മൾ ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഇപ്പം ബയൺ മ്യൂണിക് മാച്ച് ഒരു ഉദാഹരണമാണ്. ചെൽസി പ്രസ്സിങ് നിർത്താൻ പാടില്ല. ചെൽസി ഡിസൈഡ് ചെയ്യണം, ഓക്കെ സിറ്റ് ബാക്ക് ഇപ്പോൾ നമ്മൾ ബോട്ടോഫോഗോ അങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറയാം. ബട്ട് അത് വൺസിനെ ഇടയ്ക്ക് വല്ലതും ലക്കിന് വല്ലതും ചിലപ്പം കയറിപ്പോകും. പക്ഷേ PSG കഴിഞ്ഞ് സിറ്റ് ബാക്കുമാണ്, ഭയങ്കരമായിട്ട് ടൈറ്റ് ആക്കണം, അറ്റാക്ക് ചെയ്യുകയേ വേണ്ട, അവർ കളിക്കട്ടെ, നമുക്ക് ഫുൾ ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞുള്ള ഒരു മൂഡിലാണ് ചെൽസി മാച്ചിലോട്ട് പോകുന്നതെങ്കിൽ ദാറ്റ്സ് ഗോയിങ് ടു ബി ബാഡ്. PSG അഗെയിൻസ്റ്റ് അങ്ങോട്ട് അവരെ ചെന്ന് പ്രസ് ചെയ്തേ പറ്റൂ. സോറി ഫോർ ദാറ്റ് സൗണ്ട്. PSG അഗെയിൻസ്റ്റ് അങ്ങോട്ട് കയറി പ്രസ് ചെയ്തേ പറ്റൂ. അങ്ങോട്ട് PSG ചെന്ന് പ്രസ് ചെയ്തേ പറ്റൂ. ബയൺ മ്യൂണിക് മാച്ചിൽ ഫസ്റ്റ് ഹാഫിലുണ്ട് മുസിയാല, കോമാൻ, കെയ്ൻ എല്ലാവരും 11 പ്ലേയേഴ്സും ഇവിടെ ഗോൾ കീപ്പർ പ്രസ് ചെയ്യും. ഗോൾ കീപ്പർ ഇവിടെ 10 പ്ലേയേഴ്സ് ഔട്ട്ഫീൽഡുള്ള എല്ലാവരും അങ്ങോട്ട് നിന്ന് പ്രസ് ചെയ്യാം. മാൻ ടു മാൻ എങ്കിൽ മാൻ ടു മാൻ പ്രസ് ചെയ്യുക. ഇന്റൻസിറ്റി വിടരുത്. PSG അഗെയിൻസ്റ്റ് ഇന്റൻസിറ്റി വിടരുത്. നിങ്ങൾ PSG അഗെയിൻസ്റ്റ് ഇന്റൻസിറ്റി ഡ്രോപ്പ് ചെയ്താൽ ദേ ആർ ഗോയിങ് ടു കിൽ യു. കാരണം ലൂയിസ് എൻറിക്കയുടെ ടീമിന്റെ ഫിറ്റ്നസ് ടോപ്പ് ലെവലാണ്. കൂടാതെ ആളുടെ ഓപ്ഷൻസ് ഓഫ് ദ ബെഞ്ചും ടോപ്പാണ്. സോ ചെൽസിക്ക് ഈ മാച്ചിൽ 1 മിനിറ്റ് പോലും ഹീറ്റിന്റെ ഇന്റൻസിറ്റി മറിച്ചെന്നൊക്കെ പറയാം, പക്ഷെ 1 മിനിറ്റ് പോലും ഈ മാച്ചിൽ റെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പാസിംഗ് ലൈൻസ് കട്ട് ചെയ്തേ പറ്റൂ. പ്രസ് ചെയ്യേണ്ടടുത്ത് ടോപ്പായിട്ട് പ്രസ് ചെയ്തേ പറ്റൂ. PSG-യിലും വൾണറബിലിറ്റീസ് ഉണ്ട്. അവരുടെ ആ ഇനീഷ്യൽ ലൈൻ ഓഫ് പ്രസ് ബീറ്റ് ചെയ്താൽ സ്പേസസ് ഉണ്ട്. പ്രസ് ബീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ക്വിക്ലി ബോൾ മൂവ് ചെയ്യുകയും വേണം. കാരണം PSG-യുടെ പ്ലേയേഴ്സിന്റെ സ്പേസ് നമുക്കറിയാം. മാർക്കിനസ് ആണെങ്കിലും ഇപ്പം പാച്ചോ ഈ മാച്ച് കാണത്തില്ല, പാച്ചോ ആണെങ്കിലും ന്യൂറോ മെൻഡസ് ആണെങ്കിലും ഹക്കീമി ആണെങ്കിലും ഇവർ മിഡ്ഫീൽഡേഴ്സ് ആണെങ്കിലും ദേ ആർ റിയലി ക്വിക്ക്. അവരാണെങ്കിൽ പ്രോപ്പറായിട്ട് വന്ന് കവർ കൊടുക്കും ഒപ്പോണൻസ് സ്ലോ ഡൗൺ ചെയ്താൽ. സോ ആ ഇനീഷ്യൽ ലൈൻ ഓഫ് പ്രസ് ബീറ്റ് ചെയ്താൽ ചെൽസിക്ക് പേസ് ഉണ്ട്, അപ്പ് ഫ്രണ്ട് പേസ് ഉണ്ട്, അപ്പ് ഫ്രണ്ട് വർക്ക് ലോഡ് എടുക്കുന്ന ടോപ്പ് പ്ലേയേഴ്സും ഉണ്ട് ചെൽസിക്ക്. സോ ഹേർട്ട് ചെയ്യാൻ സാധിക്കും ഇത് മൂവ്സ് ദ ബോൾ ക്വിക്ലി ആ ഒരു പ്രസ് ബീറ്റ് ചെയ്യാൻ സാധിച്ചാൽ. അതുപോലെ തന്നെ ചെൽസി നോക്കേണ്ട മറ്റൊരു കാര്യമാണ് മിഡ്ഫീൽഡ് ബാറ്റിൽ വിൻ ചെയ്യുക എന്നുള്ളത്. വിറ്റീനയും ജോവോ നെവസിനെയും ഫാബിയൻ എസ്പെഷ്യലി വിറ്റീനയും ജോവോ നെവസിനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ അനുവദിക്കരുത്, ഗെയിം കൺട്രോൾ ചെയ്യാൻ അനുവദിക്കരുത്. പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് ചെയ്യാനായിട്ട് പാടാണ്. ബട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ PSG നേരിടാൻ പോകുന്ന വളരെ ബിഗ്ഗസ്റ്റ് ടെസ്റ്റ് ആയിരിക്കും എൻസോ ഫെർണാണ്ടസ് കൈസിഡോ ഡ്യുവോ. ഈ കൈസിഡോ എന്ന് പറയുന്ന പ്ലെയർ ഒരു ടോപ്പ് പ്ലെയർ ആണ്. നമ്മളൊരു എങ്കോളോ കാന്റയുടെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ഓൺ ദ ബോൾ അബിലിറ്റിയുടെ കാര്യത്തിൽ മാത്രമല്ല, പുള്ളിയുടെ പ്രസ്സിംഗ്, വർക്ക് സ്ട്രക്ചർ, അബിലിറ്റി ടു റൺ ഫുൾ 90 മിനിറ്റ്സും ഇന്റൻസിറ്റി വിടാതെ റൺ ചെയ്യാനുള്ള അബിലിറ്റി. സോ അതിനോടൊപ്പം എൻസോ ഫെർണാണ്ടസിന്റെ ഇപ്പോഴത്തെ മൂവ്മെന്റ്സും പുള്ളിയുടെ വർക്ക് ലോഡും പുള്ളിയുടെ ഹയർ ഓഫ് ദ പിച്ചസിലുള്ള പ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴേക്കും ആൻഡ് ഫയർ ഓഫ് ദ പിച്ചസിൽ ഒരു ഗോൾ സ്കോറിംഗ് ത്രെട്ടുമാണ് പുള്ളി. സോ PSG-യുടെ മിഡ്ഫീൽഡ് അഗെയിൻസ്റ്റ് ചെൽസി ഡോമിനേറ്റ് ചെയ്യുമെന്ന് പറ്റുമെന്നല്ല പറയുന്നത്. ബട്ട് വിറ്റീനേനെയും ജോവോ നെവസിനെ അൺകംഫർട്ടബിൾ ആക്കാൻ അവർക്ക് സാധിക്കും. പിന്നെ ബോൾ കിട്ടുമ്പോഴേക്കും ദേ ക്യാൻ കീപ് ദ ബോൾ, പൊസഷൻ കീപ്പ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള 2 പ്ലേയേഴ്സുമാണ്. പിന്നെ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ജാവോ പെഡ്രോ ടോപ്പ് ഫോമിലാണ്. ലാസ്റ്റ് മാച്ചിൽ നമ്മൾ കണ്ടു. ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോൾ ഒരു ഫീൽ മേ ബി എൻകുങ്കുവിനെ ബെഞ്ച് ചെയ്യാം, ജാവോ പെഡ്രോനെ ഡ്രോപ്പ് ചെയ്യാം, പോൾ പാൾമർ റൈറ്റിലോട്ട് ഇട്ടിട്ട് ഡെലാപ്പും നിക്കോളാസ് ജാക്സൺ ഈ മാച്ചിൽ അവൈലബിൾ ആണ്. സോ ഡെലാപ്പിനെ മേ ബി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഞാൻ തള്ളിക്കളയുന്നില്ല. ഗോ വിത്ത് ദാറ്റ് ഫ്രണ്ട് ഫോർ അല്ലെ, PSG-നെ അറ്റാക്ക് ചെയ്യുക. പക്ഷെ ഇവരുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ജാവോ പെഡ്രോ ആണെങ്കിലും പെഡ്രോനെറ്റ് നമ്മളിപ്പോൾ കവർസ്കെലിയുടെ ഡെസറഡോയുടെ കാര്യം പറഞ്ഞാൽ അവർ ഡ്രോപ്പ് ചെയ്ത് ഹൈലി അഗ്രസീവായിട്ട് പ്രസ് ചെയ്യും, ടീമിനെ സഹായിക്കും. അതുപോലെ തന്നെയാണ് പെഡ്രോനെറ്റോ ഈസ് എ ഹൈലി വർക്കഹോളിക് പ്ലെയർ. പുള്ളിയുടെ വർക്ക് റേറ്റ് ടോപ്പാണ്. ആൻഡ് ജാവോ പെഡ്രോയും റിയലി പ്രസ് ചെയ്യുന്ന സൂപ്പർ ഫിസിക്കാലിറ്റിയും പ്രൊവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്. സോ മേ ബി ആളൊരു സെൻട്രൽ അറ്റാക്ക് മിഡ്ഫീൽഡർ റോൾ ജസ്റ്റ് ബിഹൈൻഡ് ഡെലാപ്പ് കളിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. ജാവോ പെഡ്രോയും ഡെലാപ്പും കൂടുതൽ ഫിസിക്കാലിറ്റി അപ്പ് ഫ്രണ്ട് കൊണ്ടുവരും. സോ പാച്ചോ ഈ മാച്ചിൽ അവൈലബിൾ അല്ല, അതൊരു മിസ്സാണ്. ബെറാൾഡോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബെറാൾഡോ മോശമാണെന്നല്ല, ബട്ട് ബെറാൾഡോ മാർക്കിനസിന് അഗേൻസ്റ്റ് മേ ബി ഫിസിക്കൽ ബാറ്റിൽസ് വിൻ ചെയ്യാനായിട്ടും സാധിക്കാം. ആൻഡ് ചെൽസിക്കുള്ള അനദർ അഡ്വാൻറ്റേജ് റീസ് ജെയിംസും കുക്കറയും അടങ്ങുന്ന ഫുൾ ബാക്സ് ആണ്. സോ എനിക്കൊന്ന് കവറസ്കെലിയും ഡെസറഡോയും നേരിടാൻ പോകുന്ന ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ആയിരിക്കും റീസ് ജെയിംസും കുക്കറയും. സോ ദേ ആർ റിയലി ഗുഡ്. അവർ പ്രസ്സിങ്ങിന്റെ കാര്യത്തിലാണ് എസ്പെഷ്യലി ഇൻവേർട്ട് ചെയ്യാനായിട്ട് 2 പേർക്കും കപ്പാസിറ്റി ഉണ്ട്. മേ ബി മിഡ്ഫീൽഡ് ഒരു എക്സ്ട്രാ ബോഡി ആയിട്ട് 2 പേർക്കും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ആവശ്യം വന്നാൽ. അതുപോലെ തന്നെ ആ 2 പേര് എസ്പെഷ്യലി റീസ് ജെയിംസിന്റെ ഡെലിവറീസ് സൂപ്പർവാണ്. സോ വൈഡ് ഏരിയാസിൽ നിന്ന് റീസ് ജെയിംസിന്റെ പ്രോപ്പർ ക്രോസസ് ഇൻ ടു ദ ബോക്സ് ഇടുന്നുണ്ട്. ഡെലാപ്പും ജാവോ പെഡ്രോയും ഓപ്ഷൻസ് ആയിട്ടുണ്ടെങ്കിൽ PSG വളർന്നതാണ്. PSG-ക്ക് അഗെയിൻസ്റ്റ് ആർസണൽ സെക്കൻഡ് ലെഗ് പാർക്ക് ഡി ബ്രാഞ്ചിൽ നടന്ന സെക്കൻഡ് ലെഗിൽ നമ്മൾ കണ്ടാണ് ഫസ്റ്റ് ഹാഫിൽ ആർസണൽ PSG-നെ ക്രോസസ് ബോക്സിലോട്ട് ഇടുമ്പോൾ കോൺസ്റ്റന്റ്ലി ട്രബിൾ ചെയ്യുന്ന കണ്ടാണ്. ആ മാച്ചിൽ ഒരു പ്രോപ്പർ സെന്റർ ഫോർവേഡ് ഇല്ലായിരുന്നതുകൊണ്ട് ആർസണൽ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു. സോ ഡെലാപ്പും ജാവോ പെഡ്രോയും മേ ബി പാൾമർ, റീസ് ജെയിംസ് അല്ലെ പെഡ്രോനെറ്റോ, കുക്കറയുടെ ക്രോസസ് ഫ്രം ദ വൈഡ്
അതൊരു നോക്കേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ സെൻട്രൽ ബാക്കായിട്ട് കോൾവിൽ തിരിച്ചു വരുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ കോൾവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചെൽസിക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ മേ ബി കോൾവിൽ ബാക്ക് വരാം. ആളോടൊപ്പം ടോസിനായിരിക്കും ചിലവായിരിക്കും, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ടോസിനാണെങ്കിൽ ആളുടെ ലാക്ക് ഓഫ് പേസ് എക്സ്പ്ലോയിറ്റഡ് ആവരുത്. സോ നമ്മൾ പലപ്പോഴും ചെൽസി കളിച്ച സൈഡുകളിൽ ഒരു സെൻട്രൽ ഫോർവേഡ് ഉണ്ടായിരുന്നു. സോ പലപ്പോഴും നമ്മൾ കണ്ടാണ് ടോസിനും കുക്രയും ലാസ്റ്റ് മാൻ പോലെ വലിഞ്ഞ് നിൽക്കുന്ന പല സിറ്റുവേഷനും കണ്ടാണ്. സോ ഈ ടീമിലോട്ട് വരുമ്പോൾ ഒരു പ്രോപ്പർ സെൻട്രൽ ഫോർവേഡ് ഇല്ല. സോ അത് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ അവരുടെ പൊസിഷനിങ് അവെയർ ആയിരിക്കണം. PSG ഓഫ് സൈഡ് ട്രാപ്പ് ബ്രേക്ക് ചെയ്യുന്നതിൽ എക്സ്പേർട്സ് ആയ ഒരു സൈഡാണ്. സോ കുക്രയ, റീസ് ജെയിംസ്, ടോസിൻ, കോൾവിൽ ടോപ്പ് ഫോമിലായിരിക്കണം. കൈസിഡോ ആൻഡ് എൻസോ അവർക്ക് ഓട്ടം നിർത്താൻ പറ്റത്തില്ല. ഈ മാച്ചിൽ ഒരു മിനിറ്റ് പോലും കൈസിഡോയും എൻസോയും ഫോക്കസ് വിടരുത്. ഫോക്കസ് വിട്ടാൽ തീർന്നു. കാരണം വിറ്റീന, ജാനോസ്, ഫാബിയാൻ റൂയിസ്, ഇതിലെ അണ്ടർ റേറ്റഡ് ആളാണ് ഫാബിയാൻ റൂയിസ്. പിന്നെ ജാനോസിന്റെ കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഒരു പ്രസ്സിംഗ് മോൺസ്റ്ററാണ്. പുള്ളിനെ വിടാനേ പറ്റത്തില്ല. ബട്ട് ഫാബിയാൻ റൂയിസ് സെറ്റാൻ അതർ കൺഫ്യൂസിങ് പ്ലെയർ ആണ്. പുള്ളിയുടെ റൺസ് ട്രാക്ക് ചെയ്തില്ലെങ്കിൽ പണിയാവും. പലപ്പോഴും ഡെമ്പല്ലെ ഡ്രോപ്പ് ചെയ്യും, കവറേജ് സ്കെയിൽ ഇൻവേർട്ട് ചെയ്യാണ്, ഡെസർഡോ വരുവാണ്. അല്ലെ ഡെമ്പല്ല, വിറ്റീന, ജാവനോസ് മിഡ്ഫീൽഡിലോട്ട് വന്ന് ഇങ്ങനെ കളിക്കുമ്പോഴേക്കും അവിടെ ആ സ്പേസസ് ഓപ്പൺ അപ്പ് ആകുമ്പോൾ ഫാബിയാൻ റൂയിസിന്റെ റണ്ണ് കിടക്കും. സോ ഡിഫൻഡേഴ്സിന്റെ ഫോക്കസ് പോവാം. സോ ഫാബിയാൻ റൂയിസിന്റെ റൺസ് ട്രാക്ക് ചെയ്തില്ലെങ്കിൽ പണിയാം. പുള്ളി ഒരു 1.5 ഗോൾ ത്രെട്ടാണ്. അതുപോലെ തന്നെയാണ് ഹക്കീം, ഇനൂറമെന്റ്സ്, എല്ലാവരും ടീമിൽ എല്ലായിടത്തും ഗോൾ ത്രെട്ടാണ്. സോ ചെൽസി പ്ലേയേഴ്സ് ഷുഡ് ബി അവെയർ. പക്ഷേ ചെൽസിനെ നമുക്കറിയാം ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത സൈഡാണ്. സോ ചെൽസിക്കും ടോപ്പ് ചെൽസിയുടെ അപ്പ് ഫ്രണ്ട് ക്വാളിറ്റിയും ടോപ്പ് ക്വാളിറ്റിയാണ് ചെൽസിക്ക് അപ്പ് ഫ്രണ്ട് ഉള്ളത്. സോ യൂട്ടിലൈസ് ദാറ്റ്, ഗോ ഫോർ ദ അറ്റാക്ക്. ഡിഫെൻഡിങ് അല്ല, അറ്റാക്കിംഗ് ആണ് രണ്ട് ടീമിന്റെ സ്ട്രെങ്ത്. അത് രണ്ട് ടീം ഇത്. പിന്നെ ചെൽസി നമുക്കറിയാം എപ്പോഴും ഓട്സിന് അഗെയിൻസ്റ്റ് പെർഫോം ചെയ്തിട്ടുള്ള സൈഡാണ്. സോ നമ്മൾ പഴയ ബയൺ മ്യൂണിക് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ, സിറ്റിക്ക് അഗെയിൻസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ. സോ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. നമ്മളറിയാം ഓട്സ് അവർ പെർഫോം ആ ബിഗ് സ്റ്റേജ് വരുമ്പോഴേക്കും അവരെല്ലാവരും സർപ്രൈസ് ചെയ്യാറുണ്ട്. സോ വോണ്ട് ബി എന്നാ പറയാ ഈസി മാച്ച് ആയിരിക്കത്തില്ല PSG-ക്ക്. ചെൽസി ഫൈറ്റ് തന്നെ കൊടുക്കും. ചെൽസിക്ക് ജയിക്കാനായിട്ടുള്ള ചാൻസും ഉണ്ട്, തള്ളിക്കളയുന്നില്ല. സോ എനിത്തിങ് ഈസ് പോസിബിൾ. ചെൽസിക്ക് ജയിക്കാം. PSG ആണ് ഓൺ പേപ്പർ ഫേവറേറ്റ്സ് വിത്തൗട്ട് എ ഡൗട്ട്. സോ ഇതാണ് ഈ മാച്ചിനെ കുറിച്ചുള്ള ഓവറോൾ ഒരു ഇത്. ആൻഡ് രണ്ട് ടാക്ടീഷ്യൻസ് തമ്മിലുള്ള ബാറ്റിലൂടെയാണ്. ലൂയിസ് എൻറിക്ക് നമുക്കറിയാം, കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അതേസമയത്ത് മരസ്കയും സൂപ്പറായിട്ടുള്ള ഒരു കോച്ചാണ്. ഏറ്റവും കൂടുതൽ ഈ ടൂർണമെന്റിൽ പ്ലേയേഴ്സിനെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു സൈഡാണ് ചെൽസി. സോ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴേക്കും എൻസോ മരസ്ക ഒപ്പോണന്റ് അനുസരിച്ച് ടാക്ടിക്സും ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ഒരു ടൂർണമെന്റിൽ ഒരു പർട്ടിക്കുലർ ടാക്ടിക്സ് തന്നെ സ്റ്റിക്ക് ചെയ്യാത്തൊരു സൈഡുമാണ് ചെൽസി. നമ്മൾ പലപ്പോഴും സോണൽ മാർക്കിംഗ് ഈ ടൂർണമെന്റിൽ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. സോ ഹൈ ഇന്റൻസ് ആയിട്ട് ചെന്ന് മാൻ ടു മാൻ പ്രസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ പല 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 ടാക്ടിക്സ് പല മാച്ചിലും എൻസോ മരസ്ക യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ എൻസോ മരസ്കയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കോച്ചാണ്, തന്റെ ടീമിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ സ്ക്വാഡിൽ നിന്ന് എന്ത് കിട്ടാം, ഈ സ്ക്വാഡിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എൻസോ മരസ്ക ഇപ്പം പഠിച്ചു വരുന്നതായിട്ടൊരു ഫീലും ഉണ്ട്. സോ ലെറ്റ്സ് സീ. സോ പാച്ചോയും ലൂക്കാസ് ഹെർണാണ്ടസും സ്റ്റിൽ സസ്പെൻഡഡ് ആണ് ഈ മാച്ചിലോട്ട് വരുമ്പോൾ. ചെൽസിക്ക് വേറെ തലവേദനകളൊന്നുമില്ല, സസ്പെൻഷനിൽ നിന്ന് പ്ലേയേഴ്സ് തിരിച്ചു വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ. നിങ്ങൾക്ക് എന്താണ് ഈ മാച്ചിലോട്ട് വരുമ്പോൾ ഒപ്പീനിയൻ പറയാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സാഞ്ചസിനെ വന്ന് പ്രസി ഡെമ്പല്ലയും കവറസ്കേലിയും ഡോയും വിറ്റീനയും ജെമസും ഇതൊരു പ്രസിംഗ് മോൺസ്റ്റേഴ്സിന്റെ സൈഡാണ്. സാഞ്ചസിന്റെ മേലെ ഡെമ്പല്ല എപ്പോഴും ചാടി വീഴും. സോ എനിക്ക് ചെൽസിയോട് പറയാനായിട്ടുള്ളത് സാഞ്ചസ് വൾണറബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഒപ്പോണൻസിന് ചാൻസുകൾ കൊടുക്കാറുള്ള ഒരു പ്ലെയർ ആണ്. സോ സാഞ്ചസ് ഈ മത്സരത്തിൽ മണ്ടത്തരങ്ങൾ കാണിക്കരുത്. കാരണം എപ്പോഴൊക്കെ ബോൾ സാഞ്ചസിന്റെ കാലിലോട്ട് പോകുന്നു ഡെമ്പല്ല ചാടി ഫ്രണ്ട് വീണിരിക്കും. സോ അത് ചെൽസി നോക്കേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.